കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആദിശങ്കരന്റെ തപസ്സുകൊണ്ട് ശൂന്യമാണ് കുടജാദ്രി. ശ്രീശങ്കരൻ ദേവിയെ ഇവിടെ പ്രതീക്ഷിച്ചത് എങ്ങനെയാ സ്വാമി? പറയാം. ശങ്കരന്റെ തപസ്സിൽ പ്രസാദിച്ച ദേവി ശങ്കരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശങ്കരൻ ദേവിയോട് തന്റെ കൂടെ വരണം എന്നപേക്ഷിച്ചു. ദേവി സമ്മതിച്ചു. പക്ഷേ ഒരു ഉപാധി വെച്ചു. ദേവിയോട് ആ ശങ്കരന്റെ ഗെയിം അല്ല സ്വാമി? അതെ, താൻ കൂടെ വരാം, പക്ഷേ ശങ്കരൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെ കുടജാദ്രിയിൽ നിന്ന് ശങ്കരനും ദേവിയും കൂടി യാത്ര തുടർന്നു. മുന്നിൽ പോകുന്ന ശങ്കരൻ പിന്നിൽ ദേവിയുടെ പാദസ്വരത്തിന്റെ കിലുക്കം കേട്ട് ദേവി പിന്നിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. ഇവിടെ എത്തിയപ്പോ ദേവി പാദസ്വരത്തിന്റെ കിലുക്കം നിർത്തി. പാദസ്വരത്തിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോ ദേവി തന്നെ പറ്റിച്ചെന്ന് കരുതി ശങ്കരൻ തിരിഞ്ഞു നോക്കി. ഓ മൈ ഗോഡ്! എന്നിട്ട് ദേവിയുടെ യാത്ര ഇവിടെ അവസാനിച്ചു. സരസ്വതി ദേവി ഇവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ ലിംഗത്തിൽ വിലയം പ്രാപിച്ചു. ശ്രീശങ്കരൻ ഇവിടെ അതേ രൂപത്തിൽ ശ്രീചക്രത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. എന്റെ ദേവി, നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ അമ്മേ ദേവി. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ദേവിയുടെ മൂലസ്ഥാനമാണ് കുടജാദ്രി. എന്റെ മൂകാംബിക ദേവി, അവർ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് 2 in 1 ആക്കി തരണേ എന്റെ ദേവി. കുടിച്ചോളൂ. എന്താ വെള്ളം കുടിക്കുന്നില്ലേ? ഈ അഴുക്ക് വെള്ളം കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഔഷധ ഗുണമുള്ള ജലമാ ഇത്. ഇത് കുടിച്ചാ സകല ക്ഷീണവും മാറും. ഈ കാട്ടില് വെള്ളം കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല. ഇനി കുറച്ചുകൂടി മുകളിൽ ചെന്നാ അവിടെ ഒരു മലയാളിയുടെ കടയുണ്ട്. അവിടെ ചെന്നാലേ ഇനി വെള്ളം കിട്ടും. ഇവിടെയും മലയാളിയോ? ചന്ദ്രനിൽ ചെന്നാലും മലയാളിയെ കാണാന്നല്ലേ പറയുന്നേ. ഹിറ്റ്ലറെ, വേറെ വഴിയൊന്നും ഇല്ലാട്ടോ. വേണമെങ്കിൽ കുടിച്ചോ, നല്ല അസല് വെള്ള. കുടിക്കൂ, കുടിക്ക. ആ, എങ്ങനെയുണ്ട്? നല്ല വെള്ളല്ലേ? നമുക്ക് പോയാലോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഓ എന്താ ഇത്? പോണ്ടേ? ഞാൻ എന്റെ കാലൊന്ന് തെറ്റിയതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പത്മാവതി അമ്മേ, ഇതാ കഴിച്ചോളൂ.
വിളിക്കണ്ട, കിട്ടില്ല. ഫോണിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ്. മനസ്സില് എപ്പോഴും രാധിയാ. പേടിക്കണ്ട, ദേവി കാത്തോളും. എന്റെ ദേവി, അമ്മേ മഹാമായി. അല്ല, മൂകാസുരൻ എന്തിനാ കോലമഹർഷിയെ കൊല്ലാൻ പോയത്? ആ കാലത്ത് കോലമഹർഷിയും ഇവിടെ തപസ് ചെയ്തിരുന്നു. തന്നെ മൂകനാക്കിയത് കോലമഹർഷിയാണെന്ന് മൂകാസുരൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ മൂകാസുരൻ കോലമഹർഷിയെ കൊല്ലാൻ പുറപ്പെട്ടു. അപ്പോ പരാശക്തി പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ ശൂലം കൊണ്ട് വധിച്ചു. ആ ശൂലം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ കഥകളൊക്കെ സത്യം തന്നെയാണല്ലോ അല്ലേ? എന്താ ചേട്ടന് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കാം. അയ്യോ വേണ്ട, കുട്ടി പറയണത് എനിക്ക് വിശ്വാസ. എന്തൊക്കെ കഥകളെ ദേവിയെക്കുറിച്ച് അല്ലേ? അറിയും തോറും കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹം തോന്നാ. ഇവിടുന്ന് ഇനി കുറച്ചുള്ളൂ മുകളിലേക്ക്. നിങ്ങൾ നടന്നോളൂ, എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അയ്യോ, എന്ത് ജോലി? ഈ കുന്നിന്റെ മറുവശത്ത് ഒരു വൈദ്യൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഔഷധം വാങ്ങണം. അടുത്തുള്ള പ്രായമായ ഒരു അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ. അത് നമുക്ക് തിരിച്ചു പോകും വഴി വാങ്ങാം. ഞങ്ങളും വരാം. എന്തായാലും ഞങ്ങളുടെ കൂടെ ഇവിടം വരെ വന്നില്ലേ, മല കയറുന്നതിന്റെ പുണ്യം നിനക്കും കൂടി കിട്ടട്ടെ. പേടിയുണ്ടല്ലേ? ശരി, നടന്നു നടന്നു. പേടിച്ചിട്ടൊന്നുമല്ല. ആ, മനസ്സിലായി മനസ്സിലായി. ഇതങ്ങോട്ട് എത്തുന്നില്ലല്ലോ. തളർന്നുപോയി. അപർണേ, കുടിച്ചാതിരിയിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ടോ? ഈ കുന്ന് കയറി കുറച്ചുകൂടി മുകളിലേക്ക് പോണം. ഹിറ്റ്ലറെ, ഹിറ്റ്ലറെ ഒന്ന് പിടിച്ചേ, എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നു. ഒരു കൈ സഹായിക്കു ചേട്ടാ, സ്വന്തം ഭാര്യയല്ലേ. വേണ്ട, തന്നെത്താനങ്ങ് നടന്നാ മതി. ഹിറ്റ്ലറെ പ്ലീസ്. രണ്ടുപേരും കൂടി പരസ്പരം കൈ കൊടുത്ത് പിടിച്ചങ്ങ് നടന്നാ മതി. ദുഷ്ടൻ. പിന്നെ പിടിച്ചു കയറ്റി വേണമെങ്കിൽ തനിയെ നടന്നു കയറി വരട്ടെ. സൂക്ഷിച്ച് പതിയെ. ഹിറ്റ്ലർ, ജ്യോതി സൂക്ഷിച്ച്. ഈശ്വര, ഹിറ്റ്ലർ, ഹിറ്റ്ലർ. സൂക്ഷിച്ച്. പതുക്കെ. അവിടെ ഇരുന്നോ.
ഡി കെ എന്തെങ്കിലും പറ്റിയോ? ജ്യോതി 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 മോളെ ജ്യോതി 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 ദേവി എന്റെ ജ്യോതിക്കൊന്നും വരുത്തരുത്. വിഷമിക്കണ്ട, നേരം വെളുക്കുമ്പോ കണ്ണു തുറന്നോളും. എന്നാ ഞാൻ പോയിക്കോട്ടെ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. ജ്യോതി നിനക്കെന്തെങ്കിലും സംഭവിച്ച ഞാനിവിടുന്ന് തിരിച്ചു പോവില്ല. ദേവി, മൂകാംബിക ദേവി, ഇവൾക്കൊന്നും വരുത്തരുതേ. ജ്യോതി, കണ്ണു തുറക്ക് ജ്യോതി. ജ്യോതി, കണ്ണു തുറക്ക്. ഡി കെ വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ദേവി കാത്തോളൂ. ജ്യോതിയുടെ താലിയാ. താഴെ കിടന്ന് കിട്ടിയതാ.
പവിത്രമായ താലി ഒരു ഭാര്യയുടെ കഴുത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത്ര നല്ലതല്ല. ദാ ഹിറ്റ്ലർ ജ്യോതി, ജ്യോതി, ഹിറ്റ്ലർ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. പേടിക്കണ്ട, ഒന്നുമില്ല. ദേവി, നീ രക്ഷിച്ചു. എന്താ നോക്കുന്നത്? ഇപ്പോ വേദന കുറവുണ്ടോ? കുറവുണ്ട്. ഞാൻ വീണുപോയപ്പോ വല്ലാതെ പേടിച്ചു അല്ലേ? കുറച്ച് കഞ്ഞിയാ, ചൂടോടെ അങ്ങ് കൊടുത്താ മതി. മോളെ, ആശുപത്രിയിൽ എങ്ങാനും പോണോ? വേണമെങ്കിൽ ജീപ്പ് വിളിക്കാം. വേണ്ട. രാവിലെ പോകുന്നതിന് മുന്നേ കടയിലോട്ട് വന്നാ മതി, ഞാൻ കൂടെ വരാം. താങ്ക്സ്. മോളെ, ഒന്നും പേടിക്കണ്ട കേട്ടോ, ദേവി നോക്കിക്കോളും. ശരി സാറേ. ഒട്ടും മനസ്സില്ലാതെയാ ഇവിടേക്ക് വരാൻ ഞാൻ സമ്മതിച്ചത്. അതിനുള്ള ശിക്ഷ ദേവി തന്നെ തന്നു. നിന്നെ കാണാതായ കുറച്ചു നേരം കൊണ്ട് 3 ലോകവും ഞാൻ കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട് ജ്യോതി? വേദനയൊക്കെ കുറവുണ്ടോ? കുട്ടിക്ക് ഇന്നിവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ? അത് ജ്യോതിക്കൊരു കൂട്ടാവും. അയ്യോ, അത് പറ്റില്ല. പഠിപ്പുര അടയ്ക്കുന്നതിന് മുൻപ് അകത്ത് കയറണം. പുലർച്ചെ എഴുന്നേക്കാൻ വേണേ, വീട്ടിലെ ശീലം അതാ. ധൈര്യമായിട്ടിരിക്കും ജ്യോതി, നേരം വെളുക്കുമ്പോ എല്ലാം ശരിയാവും. സത്യത്തില് നിങ്ങളൊരു ഭാഗ്യവാനടിക്കേ. ജ്യോതി നിങ്ങളുടെ ഭാഗ്യമാണ്. ഇങ്ങനെ പുകഴ്ത്തില്ല അപർണ, ഹിറ്റ്ലറിനത് കുറച്ചിലാവും. അപ്പൊ ശരി.